Hi friends, welcome to a new video from English with Asee. ഇന്ന് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഇംഗ്ലീഷിൻ്റെ ഒരു ഭാഗമാണ് പഠിക്കുന്നത്. ഇപ്പോൾ സാധാരണ നമ്മൾ പറയാറുണ്ട്, ഞാൻ ഉച്ചഭക്ഷണം കഴിച്ചു, ഞാൻ എൻ്റെ ലഞ്ച് കഴിച്ചു. അപ്പോൾ നമ്മൾ ചോദിക്കുക, എവിടെ നിന്നാണ് നിങ്ങൾ ഭക്ഷണം കഴിച്ചത്? അപ്പോൾ ഇവിടെ ഈ ഉച്ചഭക്ഷണം കഴിച്ചു എന്നത് ഒരാൾ ഇപ്പോൾ കഴിക്കുന്നോ എന്ന് ചോദിക്കുമ്പോഴും, അതുപോലെ നിങ്ങൾ കഴിച്ചോ, അതായത് ഇപ്പോൾ അല്ല, പക്ഷേ ഇപ്പോഴും അതിൻ്റെ റിസൾട്ട്, അതുകൊണ്ട് എനിക്ക് വേണ്ട എന്നാണല്ലോ പറയുന്നത്. ഭക്ഷണം എനിക്കിപ്പോൾ വേണ്ട പറയാനുള്ള കാരണം എന്താണ്? ഞാൻ കഴിച്ചു, അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഇപ്പോഴും നിൽക്കുന്നു അല്ലേ? കഴിഞ്ഞ കാലത്ത് നടന്നതാണ്, പക്ഷേ അത് വർത്തമാനകാലത്തിൽ അതിൻ്റെ ഫലമുണ്ട്. അങ്ങനെയുള്ള സെൻറ്റൻസുകൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ പറയുകയാണ്, ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പം ഒരു കാര്യം സ്കൂളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പഠിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിപ്പോഴും ഉണ്ട് നമ്മുടെ കയ്യിൽ തന്നെ ഇല്ലേ? അപ്പോൾ നമുക്കവിടെ ഉപയോഗിക്കാവുന്നതാണ് ഐ ഹാവ് സ്റ്റഡീഡ്. എന്നാൽ അവൻ പഠിച്ചിട്ടുണ്ടെന്നാണല്ലോ, ഹി ഹാസ് സ്റ്റഡീഡ്. അപ്പോൾ ഒരു സംഭവം മുമ്പ് നടക്കുകയും എന്നാൽ അത് വർത്തമാനകാലത്തും അതിൻ്റെ ഫലത്തിന് പ്രസക്തി ഉണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ ഹാസ് ഓർ ഹാവ് പ്ലസ് V3 വെർബ് യൂസ് ചെയ്യുന്നത്. അവിടെ മനസ്സിലാക്കേണ്ടത് ഐ, വി, യു, ദേ ഇവയോടൊപ്പം ഹാവ് പ്ലസ് V3 ഫോം, സ്റ്റഡീഡ്, ഡണ്ണ്, ദെൻ ഹെൽപ്ഡ്, ഇങ്ങനെയുള്ള വെർബുകൾ. എന്നാൽ ഹി, ഷീ, ഇറ്റ് പോലെയുള്ള സിംഗുലർ സബ്ജക്റ്റുകൾ വരുമ്പോൾ ഹാസ് പ്ലസ് V3. ഓക്കെ, അപ്പോൾ പറയൂ, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, യു ഹാവ് സ്റ്റഡീഡ്. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നാണെങ്കിൽ യു ഹാവിലെ ഹാവിനെ ആദ്യം എടുത്തിട്ട് ഹാവ് യു സ്റ്റഡീഡ്. ഇപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നാണെങ്കിൽ ഹാവിൻ്റെ കൂടെ നോട്ട് ആഡ് ചെയ്യുക. എല്ലാ രീതിയിലുള്ള സ്പോക്കൺ ലാംഗ്വേജിനും റിട്ടൺ ലാംഗ്വേജിനും ഒക്കെ നമ്മൾ ഓക്സിലറി വെർബ്സിലാണ് ചേഞ്ച് വരുത്തേണ്ടതെന്ന ബേസിക് തിങ് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം. നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നാണെങ്കിൽ യു ഹാവ് നോട്ട് സ്റ്റഡീഡ്. നിങ്ങൾ പഠിച്ചിട്ടില്ലേ, ഹാവിൻറ്റ് യു സ്റ്റഡീഡ്. ഓക്കെ, അതായത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, യു ഹാവ് സ്റ്റഡീഡ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, ഹാവ് യു സ്റ്റഡീഡ്. നിങ്ങൾ പഠിച്ചിട്ടില്ല, യു ഹാവ് നോട്ട് സ്റ്റഡീഡ്. നിങ്ങൾ പഠിച്ചിട്ടില്ലേ, ഹാവിൻറ്റ് യു സ്റ്റഡീഡ്. എന്നാൽ അവൻ പഠിച്ചിട്ടുണ്ടെന്നാണെങ്കിൽ ഹി, ഷീ പോലെയുള്ള സിംഗുലർ ആയിട്ടുള്ളത് ഉപയോഗിക്കുമ്പോൾ എന്താ അവിടെ ഉപയോഗിക്കേണ്ടത്? ഹാസ് ആണ്. ഹി ഹാസ് സ്റ്റഡീഡ്. അവൻ പഠിച്ചിട്ടുണ്ടോ, ഹാസ് ഹി സ്റ്റഡീഡ്. അവൻ പഠിച്ചിട്ടില്ല, ഹി ഹാസ് നോട്ട് സ്റ്റഡീഡ്. അവൻ പഠിച്ചിട്ടില്ലേ, ഹാസിൻറ്റ് ഹി സ്റ്റഡീഡ്. ഓക്കെ, അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞാൻ ഉച്ചഭക്ഷണം കഴിച്ചു, ഐ ഹാവ് ഹാഡ് മൈ ലഞ്ച്. ഓക്കെ, ഐ ഹാവ് ഹാഡ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഐ ഹാവ് മൈ ലഞ്ച്, ഞാൻ എൻ്റെ ഭക്ഷണം കഴിക്കുന്നു അല്ലെങ്കിൽ ഉച്ചഭക്ഷണം കഴിക്കുന്നു എന്നുള്ളതിൻ്റെതാണ് ഹാവ് ലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഹാവിൻ്റെ തേർഡ് ഫോമായ ഹാഡ് ആഡ് ചെയ്തിട്ട് ഐ ഹാവ് ഹാഡ് മൈ ലഞ്ച്. അപ്പോൾ എവിടെ നിന്നാണ് നിങ്ങൾ ഉച്ചഭക്ഷണം കഴിച്ചതെന്നാണെങ്കിലോ, വേർ ഹാവ് യു ഹാഡ് യുവർ ലഞ്ച് ഫ്രം. എവിടെ നിന്ന് എന്നൊരു സംഭവം അവിടെ ഉണ്ട് എന്ന് ഓർക്കുക. ഓക്കെ, ഇനി ഇത് തന്നെ മറ്റൊരു രീതിയിൽ, ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാലത്ത് ആരംഭിച്ചു, അത് വർത്തമാനകാലത്തിൽ എൻ്റെ റിസൾട്ട് നിലനിൽക്കുന്നതെങ്കിൽ നമ്മൾ ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ആഡ് ചെയ്യും. ഇനി രണ്ടാമതായിട്ട് കഴിഞ്ഞ കാലത്തൊരു പ്രത്യേക സമയത്ത് ആരംഭിക്കുന്നു, പക്ഷേ അതിപ്പോഴും തുടരുന്നു. എന്നാൽ അത് നമുക്ക് കണ്ടിന്യൂസ് ടെൻസിലൊക്കെ ഉപയോഗിക്കാം. പക്ഷേ ഇവിടെ നമ്മൾ പറയുന്നത്, ഇപ്പം പറയാണ്, നീന 1990 മുതൽ ഈ ചിത്രങ്ങൾ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ന് തുടങ്ങിയതാണ്, 90 തുടങ്ങിയതാണ്, ഇപ്പോഴും എന്ത് ചെയ്യാണ്? പെയിൻറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്കവിടെ എങ്ങനെ പറയാം? നീന ഹാസ് പെയിൻറ്റഡ് ദീസ് പിക്ചേഴ്സ് സിൻസ് 1990.
ഇവിടെ നമ്മൾ സിൻസ് ഫോർ ഇതിൻ്റെ യൂസുകളൂടെ മനസ്സിലാക്കണം. സിൻസ് എന്ന് പറഞ്ഞാൽ മുതൽ എന്നാണ്, ഫോർ എന്ന് പറഞ്ഞാൽ ആയി, വേണ്ടി എന്നല്ല ആയി എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. അതായത് ഇപ്പം 2 വർഷമായി അല്ലെങ്കിൽ 2 വർഷം മുതൽ എന്നൊക്കെ പറയില്ലേ. അപ്പം സിൻസ് വരുമ്പോൾ മുതലിനും ഫോർ വരുമ്പോൾ ആയിരം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇവിടെ നോക്കൂ, ഞാനിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് 10 വർഷമായി എന്നാണെങ്കിൽ ഞാനിവിടെ താമസിക്കാൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഐ ഹാവ് ലിവ്ഡ് ഹിയർ. എന്നിട്ടോ 10 വർഷമായി ആയി എന്നുള്ളതിന് ഏതാണ് ചേർക്കാൻ പറയുന്നത്? 4 ആണ്. ഫോർ ദ ലാസ്റ്റ് 10 years. ഓക്കെ. എന്നാൽ നിങ്ങൾ എത്ര കാലമായി ഇവിടെ ജോലി നോക്കുന്നു എന്നാണെങ്കിൽ എത്ര കാലമായി എന്ന് വരുമ്പോൾ ഹൗ ലോങ് ആണ്. ഹൗ ലോങ്, ഇപ്പം യു ഹാവ് വർക്ക്ഡ് ഹിയർ ആണ് ജോലി നോക്കുന്നു എന്നുള്ളതിന്. എന്നാൽ എത്ര കാലമായി എന്നാണെങ്കിൽ ഹൗ ലോങ് ഹാവ് യു വർക്ക്ഡ് ഹിയർ. ഓക്കെ. അപ്പോൾ 2 കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ പഠിച്ചു. ഒന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ കാലത്ത് നടന്നൊരു സംഭവം വർത്തമാനത്ത് കാലത്ത് എന്തെങ്കിലും ഒരു ഫലം ഉണ്ടാക്കുന്നുവെങ്കിൽ അത് പറയാം. അതുപോലെ കഴിഞ്ഞ കാലത്തൊരു സമയത്ത് ആരംഭിക്കുകയും ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഹാവ് ഓർ ഹാസ് പ്ലസ് V3 ഫോം യൂസ് ചെയ്യാം. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു വ്യക്തിയുടെ ജീവിതാനുഭവങ്ങളെ പറ്റി പറയാൻ. ഓക്കെ. ഒരു വ്യക്തിയുടെ ജീവിതാനുഭവങ്ങളെ പറ്റി പറയുവാൻ നമുക്ക് ഈ ഹാവ് ഓർ ഹാസ് പ്ലസ് V3 ഫോം യൂസ് ചെയ്യാം. അപ്പം ഞാൻ പറയാണ്, ഞാൻ ഐശ്വര്യ റായിയെ കണ്ടിട്ടുണ്ട്. ഞാൻ ഐശ്വര്യ റായിയെ കണ്ടിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ്? കണ്ടിട്ടുണ്ട് എന്നുള്ളതിന് ഹാവ് സീൻ ആണ്. ഞാൻ കണ്ടിട്ടുണ്ട്, ഐ ഹാവ് സീൻ ഐശ്വര്യ റായി. എന്നാൽ നീ എന്നെങ്കിലും ഐശ്വര്യ റായിയെ കണ്ടിട്ടുണ്ടോ എന്നാണെങ്കിൽ ഹാവ് യു എവർ സീൻ ഐശ്വര്യ റായ്? ഹാവ് യു എവർ സീൻ ഐശ്വര്യ റായ്? ഓക്കെ. പിന്നെ ഞാൻ ഒരിക്കലും നോവൽ വായിച്ചിട്ടില്ല. എന്ത് വരും? ഐ ഹാവിൻറ്റ് അല്ലെങ്കിൽ ഐ ഹാവ് നെവർ റീഡ് നോവൽസ്. ഓക്കെ. നെവർ റീഡ് നോവൽസ്, വായിച്ചിട്ടേ ഇല്ലെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ. ഇനി ഞാൻ വീരപ്പനെ പറ്റി കേട്ടിട്ടുണ്ട്. എന്ത് പറയും? ഐ ഹാവ് ഹെഡ് ഓഫ് വീരപ്പൻ. ഐ ഹാവ് ഹെഡ് ഓഫ് വീരപ്പൻ. അപ്പം നോക്കൂ, ഹാവ് ഹാസ് പ്ലസ് V3 എന്ന ഫോമിലുള്ള ടെൻസ് നമ്മൾ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഒന്നാമതായിട്ട് കഴിഞ്ഞ കാലത്ത് നടന്ന ഒരു സംഭവം വർത്തമാനകാലത്ത് എന്തെങ്കിലും ഒരു ഫലം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനുപയോഗിക്കാം. അതുപോലെ കഴിഞ്ഞ കാലത്തൊരു പ്രത്യേക സമയത്ത് ആരംഭിച്ചിട്ട് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന് ആ ടെൻസ് ഉപയോഗിക്കാം. അതുപോലെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ അനുഭവങ്ങളെ പറ്റി പറയാനും നമുക്ക് ഈ ടെൻസ് ഉപയോഗിക്കാം. ഇനി നമുക്ക് എക്സർസൈസിലേക്ക് കടക്കാം. ഒന്നാമത്തെ എക്സർസൈസ് ഞാൻ പറയുന്ന ഈ മലയാളത്തിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിനു മുമ്പുള്ള വീഡിയോസ് കാണുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ അല്ലാതെ ഇതിനു മുമ്പ് ഉള്ള വീഡിയോസ് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അതുകൂടി കാണുക. ഒപ്പം ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. അപ്പോൾ നമ്മുടെ എക്സർസൈസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എൻ്റെ അങ്കിൾ ലോകം മുഴുവൻ ചുറ്റിയിട്ടുണ്ട്. ചുറ്റുക എന്ന് പറയുമ്പോൾ ഹാസ് ട്രാവൽഡ് അറൗണ്ട് ആണ് കേട്ടോ. എൻ്റെ അങ്കിൾ ലോകം മുഴുവൻ ചുറ്റിയിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എൻ്റെ സിസ്റ്റർ, എൻ്റെ സഹോദരി 1990 മുതൽ ചെന്നൈയിലാണ് താമസിക്കുന്നത്. ലിവ്ഡോ ബിലോങ്ഡോ എന്താണെന്ന് വെച്ചാൽ പറയാം. ഓക്കെ. എൻ്റെ സഹോദരി 1990 മുതൽ ചെന്നൈയിലാണ് താമസിക്കുന്നത്. ഇനി എൻ്റെ താക്കോൽ നഷ്ടപ്പെട്ടു. എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ താക്കോൽ നഷ്ടപ്പെട്ടു. ഓക്കെ. ഇനി അവർ പുറത്ത് പോയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് ഇന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എക്സസൈസ് ചെയ്യുക. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവിടെ കമൻറ്റ് ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ മിസ്റ്റേക്സ് എല്ലാം ഞാൻ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.